ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് തന്നെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഇതെനിക്ക് ഉള്ള ഒരു അനുഭവം നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഒത്തിരി ആളുകൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകളുണ്ട്. നമുക്ക് അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ പാട്ട് പാടാൻ നമുക്ക് അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ, അതായത് നമുക്ക് യാതൊന്നും പ്രശ്നങ്ങളില്ലാണ്ട്, അതായത് പൈസ കൊടുത്തോ വേറുള്ള അബ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്കൊരു പാട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാട്ട് ഏതെങ്കിലും ഒരു പാട്ടിങ്ങനെ ഹിറ്റാവണം, അല്ലെങ്കിൽ ജനശ്രദ്ധ നേടണം, കുറച്ചെങ്കിലും ജനശ്രദ്ധ നേടണം അല്ലേ. അപ്പം ഒരുപക്ഷെ നമ്മളൊരു എത്ര നന്നായിട്ട് പാടിയിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ഇട്ടാലും അത് അത്രത്തോളം ആളുകളിലേക്ക് എത്തണമെന്നില്ല. കാരണം നമ്മുടെ ചാനൽ റീച്ചായിട്ടുള്ള ചാനലാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത്രയും കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ജനങ്ങളുടെ ഇടയിലേക്ക് ധാരാളമായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസിന് ഒരു ലിമിറ്റിൽ കൂടുതൽ അത് ഇതാവില്ല. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ ലക്ക് വേണം, നല്ലൊരു ലക്ക് ഉണ്ടെങ്കിൽ, ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ വൈറലായ നമ്മൾ രക്ഷപ്പെടാം. അതല്ലാണ്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അതിൽ നിന്നൊക്കെ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലോ അവർ പൈസ കൊടുത്തിട്ട് അവസരങ്ങൾ നേടേണ്ടതായിട്ട് വരും. വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ അവർ മനസ്സോടുകൂടി നമ്മളെ പ്രൊമോട്ട് ചെയ്ത് ഇവർ വലിയ ഗായകരായിട്ടല്ല, എന്നാലും അവർ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് നാം വിചാരിക്കുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പ്രത്യേകിച്ചും ഒരു പാട്ടുകാരെന്ന് പറയുന്നത്, ഒരു പാട്ട് പാടാമെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിന് ഒരു ചെറിയൊരു കഴിവെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടത് പ്രാക്ടീസിലൂടെ നല്ല രീതിയിൽ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും, ഉറപ്പാണ്. അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഗായകരെല്ലാം ഇപ്പോൾ വളർന്നു വന്നേക്കുന്ന ലെജൻസ് ആയിട്ടുള്ള എല്ലാ ഗായകരും വെറുതെ ഇരുന്നിട്ട് അവസരങ്ങൾ നേടിയ ആളുകളല്ല. അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവരുടെ തലത്തിലേക്ക് ഉയർന്ന ആളുകളാണ്. പിന്നെ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ വളരെയധികം കോമ്പറ്റീഷനാണ് ഈ ഫീൽഡെന്ന് പറയുന്നത്. കാരണം ധാരാളം ഗായകർ ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ ഒത്തിരി ഗായകരെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. സ്റ്റാർ സിംഗർ പോലുള്ള പ്രോഗ്രാമിലൂടെ ധാരാളം ഗായകർ ചിലപ്പോൾ അതിൽ ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത, അവരെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമ്മൾക്കിടയിലുണ്ടാവും. പക്ഷെ അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ വൈറലായാൽ അവരുടെ പാട്ടുകൾ കേൾക്കാനും അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ട ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ വെച്ച് പാട്ട് ചെയ്യുന്നു. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു സിനിമ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഗായകരെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിത്ര ചേച്ചിയോ ദാസേട്ടനോ എം ജി ശ്രീകുമാർ സാറോ വേണുഗോപാൽ സാറോ അങ്ങനെയൊക്കെയുള്ള അവരെയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനമേ, അല്ലെങ്കിൽ പിന്നെ സ്റ്റാർ സിംഗറിലെ ഇപ്പോൾ വളർന്നു വരുന്ന, അതായത് ഇപ്പോൾ അവരുടെ കഴിവ് പ്രകടിപ്പിച്ച കുറേ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കുമായിരിക്കും അല്ലേ. കാരണം അവരൊക്കെ സെലിബ്രിറ്റി പദവിയിലേക്ക് ഉയർന്നവരാണ്. അങ്ങനെ അവരെക്കാളും നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ദാസേട്ടൻ അവരെയൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അവരെ പോലെ നമുക്ക് ആവണം എന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. എന്നാലും ഈ സ്റ്റാർ സിംഗർ പോലുള്ള ഇതിലെത്തിപ്പെടാൻ പറ്റാത്ത ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാവും, ഒത്തിരി നല്ല കഴിവുള്ള ആളുകളുണ്ടാവും. അവർക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല, എന്തോ നിർഭാഗ്യം കൊണ്ട് അല്ലേ. അവർക്കൊരവസരം കൊടുക്കാൻ ഇവർ തയ്യാറാവുമോ? ഒരിക്കലുമില്ല. അപ്പം അവരെന്താ അതിൽ നിന്ന് വിചാരിക്കണം? അല്ല, അത് ആളുകൾ കേൾക്കണമെങ്കിൽ പാട്ടിൻ്റെ മൂല്യത്തെക്കാളും കൂടുതൽ ആരാണ് പാടിയത്, അത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. എനിക്ക് എപ്പോഴും നമ്മൾക്കൊരു അവസരങ്ങൾ, പാട്ടിൻ്റെ അവസരങ്ങൾ ആളുകൾ തരുമ്പോഴും എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇത്രയും കിട്ടിയ പാട്ടുകൾ നല്ല മനുഷ്യരുടെ കൂടെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. അതുകൊണ്ട് നമുക്ക് അധികം ഏണിങ്സ് എന്നുള്ളതല്ല, നമുക്ക് പൈസ അങ്ങോട്ട് കൊടുത്ത് പാടേണ്ട ഗതികേട് ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടും ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ പാടി ഇങ്ങനെ അങ്ങോട്ട് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സിനിമയിൽ ഒരു പാട്ട് ചെയ്യണം എന്നൊന്നും അത്രയൊന്നും ആഗ്രഹിക്കാനുള്ളൊരു അർഹത എനിക്ക് ഉണ്ടോയെന്നും എനിക്കറിയില്ല, ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാലും ഉള്ള ആഗ്രഹങ്ങൾ അതെനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓരോ പാട്ടുകളും ചെയ്യുന്നതിൽ വളരെ സംതൃപ്തിയോടുകൂടിയാണ് പോകുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഞാനിതൊരു പ്രൊമോഷൻ ഇതായിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്.
എൻ്റെ കഴിഞ്ഞ ഇടയ്ക്കൊരു വീഡിയോ ഇറങ്ങി, നിങ്ങളെല്ലാവർക്കും അറിയാം, വൈക്കത്തഷ്ടമിയെ പ്രമാണിച്ചൊരു വീഡിയോ ഇറങ്ങി. അത് റേഡിയോ രംഗം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കൂടിയും FB പേജിൽ കൂടെയാണ് അത് റിലീസായത്. എൻ്റെ ചാനലിൽ ഞാൻ ആ പാട്ടും കാര്യങ്ങളൊന്നും ഇട്ടില്ല, റേഡിയോ രംഗിൻ്റെ ചാനലിൽ തന്നെയാണ്. പിന്നെ ഞാൻ FBയിൽ എൻ്റെ പേജിൽ ചെറുതായിട്ട് അദ്ദേഹം തന്ന ഷോർട്സ് മാത്രം ഞാൻ ഇട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ഒരു കാര്യം കേട്ടോ. ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു ആളുകളെ പരിചയപ്പെടാൻ പറ്റുമെന്ന്. അതിന് നിമിത്തമായത് എൻ്റെ സഹോദരിയെ പോലെ കാണുന്ന ലേഖ പരൂര്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു നല്ലൊരു കവയിത്രിയാണ്. അവരാണ് എനിക്കൊരു നല്ലൊരു ഇതുപോലൊരു നല്ല മനുഷ്യരെ പരിചയപ്പെടാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നത്. ശരിക്കും അവരുടെ ഒരു കാര്യം എനിക്ക് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അവരുടെ പേജിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയും കാട്ടിലമ്മയുടെ വീഡിയോ അത് നല്ല രീതിയിൽ വൈറലായൊരു വീഡിയോ ആണ്. അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായൊരു വീഡിയോ ആണ്. അതും അതിലൂടെ തന്നെയാണ് എനിക്ക് പുറത്തിറക്കാനായിട്ട് സാധിച്ചത്. ശരിക്കും ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് അത് അവർ തന്നെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ വീഡിയോ ആക്കി വൈക്കത്തപ്പൻ്റെ വീഡിയോ ഇറക്കി. ശരിക്കും എനിക്ക് അവരുടെ അവർക്ക് അവരെന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എന്നെപ്പോലെ ധാരാളം ആളുകളെ, ധാരാളം ഗായകന്മാരെയും കവികളെയും ഒക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ലഭിക്കാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ചൊരു 10 പേര് പറയാനോ ഒന്നുമില്ല. അവരൊരിക്കലും അതൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല. അനിൽ സാറാണ് ആയിക്കോട്ടെ, അനിൽ വെൺകുളം എന്ന് പറയുന്ന സാറും ജിഷ മാം, ശരിക്കും പറഞ്ഞാൽ അവരെക്കുറിച്ച് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യമാണ്. വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എനിക്ക് അവർക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. സ്നേഹത്തോടെ എൻ്റെ ഒരു സഹോദരിയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെനിക്ക് വേണ്ടി ചെയ്തു തന്നൊരു കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരുടെ ചാനലിലൂടെ ആ വീഡിയോ കണ്ട് ഒത്തിരി ആളുകൾ എന്നെ സമീപിച്ചു, എൻ്റെ പാട്ടിന് നല്ല അഭിപ്രായം പറഞ്ഞു. അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നും അവർക്ക് ഒരു ദോഷവും ഉണ്ടാകാതെ നന്മ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ആ ചാനലുമായിട്ട് പ്രത്യേകിച്ചും പാടാനും എഴുതാനും ഒക്കെ കഴിവുള്ളവർ അവരെ കോണ്ടാക്ട് ചെയ്യുക. റേഡിയോ റിംഗിൻ്റെ ചാനൽ FB പേജിലും യൂട്യൂബ് ചാനലും ഉണ്ട്. ഞങ്ങൾ അത് പോയി കാണാം. FB പേജ് നല്ല രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല അവസരങ്ങൾ ലഭിക്കും എന്നുള്ളത് യാതൊരു തര സംശയവുമില്ല. നല്ല വിധത്തിൽ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അത് എനിക്ക് കിട്ടിയൊരു അവസരം, എനിക്ക് കിട്ടിയൊരു നല്ലൊരു നന്മ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. പ്രത്യേകിച്ചും പാട്ടുകൾ പാടുന്ന ആളുകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങളെന്തായാലും കോൺടാക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് നന്മ ഉണ്ടാവട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.